നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് കുറച്ച് യൂണിക്കോൺ ക്രാഫ്റ്റ്സ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു ബിസ്ക്കറ്റിൻ്റെ കവർ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു റെക്റ്റാങ്കുലർ പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളത് പകുതിക്ക് മടക്കുന്നുണ്ട്. എന്നിട്ട് യൂണിക്കോണിൻ്റെ ഒരു ഇമേജ് വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതൊന്ന് ഇതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആ മടക്കിയ ഭാഗം കട്ട് ചെയ്യാൻ പാടില്ല. ഇനി നമ്മൾ പെൻസിലിനെ കൊണ്ട് വരച്ചതൊക്കെ ഒന്ന് മായ്ച്ച് കളയുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ യൂണിക്കോണിനെ ഒന്ന് കളർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഈ ബാക്ക് സൈഡിലും കൂടെ ഒന്ന് വരച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒറ്റ സൈഡിൽ മാത്രമേ വരച്ച് കളർ ചെയ്ത് എടുക്കുന്നുള്ളൂ. കളർ ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു വൈറ്റ് ചാർട്ട് പേപ്പർ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വൈറ്റ് കാർഡ്ബോർഡ് എടുത്താലും മതി. എന്നിട്ട് അതിലേക്ക് നമ്മളിപ്പോൾ കളർ ചെയ്തത് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ബിസ്ക്കറ്റിൻ്റെ കവറല്ലേ കട്ട് ചെയ്തത്, അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ ആ ഒരു ഡിസൈനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ വൈറ്റ് കാർഡ്ബോർഡ് തന്നെ എടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ഇനി നമ്മൾ ഇതേപോലെ പകുതിക്കൊന്ന് മടക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളൊരു വെൽക്രോ ആണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഇതേപോലെ ഓപ്പൺ ചെയ്തിട്ട് നമ്മളുടെ ഇയർഫോണൊക്കെ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പം ഇയർഫോണൊക്കെ കുരുങ്ങി പോകാണ്ട് നല്ല സേഫായിട്ട് ഇരുന്നോളും. ഇനി അടുത്ത ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഒരു യൂണിക്കോണിൻ്റെ ഇമേജ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. കളർ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിന് ഒന്ന് സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് സൈഡിലും സെല്ലോ ടേപ്പ് ഒട്ടിക്കണം. ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഒരു മിഡിലായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു കട്ട് കൊടുക്കണം. അപ്പോൾ രണ്ട് ലൈനാണ് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. ഫുള്ളായിട്ട് കട്ട് ചെയ്യാൻ പാടില്ല, ജസ്റ്റ് ഒരു കുഞ്ഞി സ്ലിറ്റ് പോലെയാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് പെൻസിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പെൻസിൽ ടോപ്പർ റെഡിയാവും. അടുത്ത ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ബലൂണാണ് എടുക്കുന്നത്. ബലൂൺ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വീർപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ റിങ് എടുക്കുന്നുണ്ട്. ഇത് നാനോ ടേപ്പ് തീർന്നപ്പം ബാക്കി വന്നൊരു റിങ്ങാണ്. അപ്പോൾ ആ ഒരു റിങ്ങിൻ്റെ മേലേക്ക് നമ്മൾ ഈ ഒരു ബലൂൺ ഇങ്ങനെ ജസ്റ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിൽ ഫെവിക്കോളും വെള്ളവും കൂടെ ഒരേ അളവിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഈ ഒരു ബലൂണിൻ്റെ മേലേക്ക് മൊത്തമായിട്ട് ഈ ഒരു മിക്സ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു 4-5 ലെയറോളം ചെയ്തെടുക്കേണ്ടി വരും. ബലൂണിൻ്റെ കളറ് പുറത്തേക്ക് കാണാത്ത രീതിയിൽ വേണം നമ്മൾ ഒട്ടിച്ചെടുക്കാൻ. അത്രയും ലെയേഴ്സ് ഒട്ടിച്ചെടുക്കണം.
ഇനി ഇത് ഒരു ദിവസം ഫുള്ളായിട്ട് ഒന്ന് ഉണക്കിയെടുക്കണം. അതിനുശേഷം നമ്മൾ ഗ്ലൂവും വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിൽ കുറച്ച് ഉജാലയാണ് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നത്. പേർപ്പിൾ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരു വയലറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ ഒരു ടിഷ്യൂ ബോളില്ലേ അതിൻ്റെ മേലേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് ഈ മിക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മൊത്തമായിട്ട് ഈ കളറൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതൊന്ന് ഉണങ്ങാൻ വെക്കണം. ഇനി നമ്മളിത് യൂണിക്കോൺ തീമിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ യൂണിക്കോണിൻ്റെ കുറച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഉണങ്ങാൻ വെക്കണം. ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഈ ബലൂണ് ഇതുപോലെ ഒരു പിന്ന് വെച്ചിട്ട് ഈ ബലൂൺ പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോൾ ഇതുപോലെ റൗണ്ടായിട്ട് തന്നെ കിട്ടും. ഇനി നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ റിങ് ഇതിൻ്റെ മേലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു സ്റ്റാൻഡ് പോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒരു ലൈറ്റ് ഫിക്സ് ചെയ്തിട്ട് അതൊന്ന് ഓണാക്കി കൊടുക്കുമ്പോൾ നമുക്കിതൊരു യൂണിക്കോൺ നൈറ്റ് ലാമ്പ് പോലെ യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ മിൽക്ക് മെയ്ഡിൻ്റെ ടിന്ന് അല്ലെങ്കിൽ കൊക്കോ പൗഡറിൻ്റെ ഒക്കെ ടിന്നില്ലേ അതാണ് എടുക്കേണ്ടത്. എന്നിട്ട് അതിന് ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ പകുതിക്ക് മടക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ടിന്നിൻ്റെ ചുറ്റിലും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ മേലേക്ക് ബാക്കി വന്നതൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു നീറ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു പിങ്ക് കളർ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ 3 ഫ്ലവേഴ്സ് കട്ട് ചെയ്തിട്ട് അതിനൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഗോൾഡൻ കളർ ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുത്തിട്ട് ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പ് പോലെ കട്ട് ചെയ്തിട്ട് അതിനൊന്ന് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അത് ഈ ടിന്നിൻ്റെ മേലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ താഴെയായിട്ട് നമ്മൾ നേരത്തെ ചെയ്തെടുത്ത ഫ്ലവേഴ്സും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലവേഴ്സ് ഒരു ഭംഗി തോന്നാത്തത് കൊണ്ട് ഞാൻ അതിൻ്റെ മേലെ സ്കെച്ച് പെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഔട്ട്ലൈൻ പോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്, പല കളേഴ്സ് വെച്ചിട്ട്. ഇനി നമ്മൾ ബ്ലാക്ക് വെച്ചിട്ട് 2 കണ്ണ് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ചെവി വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ പിങ്ക് വെച്ചിട്ട് ചീക്സിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ബ്ലഷ് പോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു യൂണിക്കോൺ പെൻ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ കട്ടി കുറഞ്ഞ ഒരു കാർഡ്ബോർഡ് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലൊരു യൂണിക്കോണിൻ്റെ പിക്ചർ വരയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിനെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇനി നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ പീസ് താഴെ വെച്ചിട്ട് നമ്മളിതൊന്ന് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതുപോലത്തെ ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ട് നമ്മളൊരു സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ 0 മുതൽ 13 വരെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഇമേജ് ഇതുപോലെ ഈ ഐസ്ക്രീം സ്റ്റിക്കുമായിട്ട് ഒന്ന് ഒരുമിച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് ലുക്കാക്കാൻ വേണ്ടിയിട്ട് ഇതിന് പിങ്ക് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മേലെ ബി യുണീക്ക് എന്ന് എഴുതുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോട്ട് എഴുതാം, കോട്ട് എഴുതാണ്ട് വിട്ടാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ കുട്ടി കുട്ടി ഇതുപോലത്തെ ഗ്ലിറ്റർ സ്റ്റാർസ് വെച്ചിട്ട് ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മളുടെ യൂണിക്കോൺ റൂളർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സ്കെയിൽ മാത്രമായിട്ടല്ല, നമുക്കിത് ബുക്ക് മാർക്കായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ 2 in 1 ആണ്. അത്രയേ ഉള്ളൂ നമ്മളുടെ യൂണിക്കോൺ ക്രാഫ്റ്റ്സ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.